നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. കനത്ത മഴയ്ക്കിടെ വൻ ദുരന്തം. കൊടകരയിൽ ഇരുനില കെട്ടിടം തകർന്നു വീണ് 3 മരണം. പശ്ചിമ ബംഗാൾ സ്വദേശികളായ റൂബൽ, രാഹുൽ, അലീം എന്നിവരാണ് ദുരന്തത്തിനിരയായത്. പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ് നിലംപൊത്തിയത്. ദുരന്ത സമയത്ത് കെട്ടിടത്തിൽ 12 അതിഥി തൊഴിലാളികൾ. 9 പേർ രക്ഷപ്പെട്ടത് പുറത്തേക്ക് ഇറങ്ങിയോടിയതിനാൽ. മൃതദേഹങ്ങൾ പുറത്തെടുത്തത് മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് നടത്തിയ തിരച്ചിലിൽ. മരണമടഞ്ഞവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ ക്രമീകരണം ഒരുക്കുമെന്നും പ്രഖ്യാപനം. കേരളത്തിന്റെ തൊഴിൽ നൈപുണ്യവും ശേഷിയും ലോകത്തിന് പകർന്നു നൽകാൻ ഗൾഫ് തൊഴിൽ മേളയുമായി വിജ്ഞാന കേരളം. നൈപുണ്യ തൊഴിൽദായക പദ്ധതി വിദേശ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് പുത്തൻ അവസര പന്താവ് വെട്ടി തുറക്കുന്നു. ലോക കേരള സഭ, നോർക്ക, കെ ഡിസ്ക് എന്നീ ഏജൻസികളുടെ സഹകരണത്തോടെ ഗൾഫ് രാജ്യങ്ങളിൽ ആകർഷകമായ തൊഴിലവസരങ്ങൾ. 111 വ്യത്യസ്ത തൊഴിലുകളുമായി 5000 തൊഴിലവസരം. ജൂലൈ 12, 13 തീയതികളിൽ ദേവമാതാ സ്കൂളിൽ ഗൾഫ് തൊഴിൽ മേള. ആത്മീയ രംഗത്ത് ആയിരങ്ങൾക്ക് മാർഗദർശിയായ സ്വാമി പുരുഷോത്തമ തീർത്ഥയുടെ ദീപ്തസ്മരണയിൽ പാർലിക്കാട് വ്യാസ തപോവനം വേദവ്യാസഭവൻ. അശരണർക്കും ആലംബഹീനർക്കും കരുത്തായ വ്യക്തിത്വമായിരുന്നു പുരുഷോത്തമ തീർത്ഥയെന്ന് സ്വാമി ഭൂമാനന്ദ തീർത്ഥ. മഹാസമാധി സ്ഥലത്ത് ഗുരുപൂജയും പുഷ്പാർച്ചനയും നടന്നു. വിഷ്ണു സഹസ്രനാമ ജപവും ഗുരുവന്ദന ജപങ്ങളും ഭക്തിയുടെ പുതുതലം തീർത്തു. സന്യാസി ശ്രേഷ്ഠരും സന്യാസിനിമാരും കണ്ണികളായി. പെരുമഴയുടെ ആശങ്കക്കുളിരിൽ കേരളം. 3 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശനിയാഴ്ച 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ മഞ്ഞ ജാഗ്രത. ഞായറാഴ്ച മഴയുടെ തീവ്രത കുറയും. മലമ്പുഴ, ബാണാസുര ഡാമുകൾ തുറന്നു. പീച്ചി ഡാമിൽ നീരൊഴുക്ക് വർദ്ധിച്ചു. ഡാമിന്റെ 4 ഷട്ടറുകൾ ശനിയാഴ്ച കാലത്ത് 11 തുറക്കും. മഴ രൂക്ഷമായതിൽ അതിവേഗം നിറഞ്ഞു വാഴാനി ഡാം. സ്ലൂയിസ് 31.25 സെന്റിമീറ്റർ പുഴയിലേക്ക് തുറന്നുവിട്ടിട്ടും കുറയുന്നില്ല ജലത്തിന്റെ അളവ്. ജലനിരപ്പ് 57.03 മീറ്റർ. കോൺഗ്രസ് പ്രതിനിധി സംഘം ഡാം സന്ദർശിച്ചു. മഴ ശക്തമായാൽ കനാലിലൂടെയും വെള്ളം തുറന്നുവിടണമെന്ന് ആവശ്യം. നിങ്ങൾ കൊടുത്ത ആളുകളല്ല, വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നീ നിന്റെ കാര്യം നോക്കണേക്കാ. നിന്റെ എന്തിനാ വിളിക്കുന്നീ? തോന്നിയാസം പറയേ, വീട്ടിൽ കയറിയിട്ട് അഭിമാനിക്കേ. പാതിരാത്രിയിൽ കോൺഗ്രസ് നേതാവിന്റെ വസതിയിൽ പോലീസ്. നേതാവും പോലീസും തമ്മിൽ ശക്തമായ വാക്പോര്. പോലീസിനെ പരസ്യമായി വെല്ലുവിളിച്ച് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ്. ജനപ്രതിനിധി കൂടിയായ തന്റെ വസതി പോലീസ് വളഞ്ഞ് ഭീതി സൃഷ്ടിച്ചതായി ആരോപണം. വനിതകളടക്കമുള്ള വീട്ടുകാർ ഭയചകിതരായതായും കുറ്റപ്പെടുത്തൽ. രാത്രി 1:30 വീട്ടിലെത്തിയത് എന്തിനെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യം. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച ചെറുതുരുത്തിയിൽ കോൺഗ്രസ് പ്രകടനവും പൊതുസമ്മേളനവും. തലൂരിൽ നാടിനെ ഞെട്ടിച്ച് അപകടവും ദുരന്തവും. ഇടറോഡിൽ നിന്ന് കയറിയ ലോറിയിൽ മറ്റൊരു ലോറി ഇടിച്ച് റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന മുളങ്കുന്നത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നഴ്സിനെ ദാരുണാന്ത്യം. എടക്കുന്നി സ്വദേശിനി 44-കാരി ഡാലി തോമസ് ആണ് മരണമടഞ്ഞത്. മകൾ അന്നയ്ക്ക് പരിക്ക്. ലോറി ഡ്രൈവർമാർക്കും പരിക്കേറ്റു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു അപകടം.
ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനു സമീപം തോട്ടിൽ വനിതയുടെ മൃതദേഹം. ഗണേശഗിരി തെക്കേ റോഡിലെ തോട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തിരിച്ചറിയാത്ത മൃതദേഹം പോലീസ് എത്തി മോർച്ചറിയിലേക്ക് മാറ്റി. വടക്കാഞ്ചേരി മംഗളവിലാസം പ്രസ്തുടമയെ വീടിനുള്ളിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നത്ത് വീട്ടിൽ കൃഷ്ണൻകുട്ടിയുടെ മൃതദേഹമാണ് കണ്ടെടുത്തത്. NIT MTech കെമിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ തെക്കുംകര പഴയന്നൂപ്പാടം സ്വദേശിനിക്ക് 1ാം റാങ്ക്. ട്രിച്ചി NIT വിദ്യാർത്ഥിനി പുലയത്ത് വീട്ടിൽ മാത്യു ഷേർലി ദമ്പതികളുടെ മകൾ ഫെബിൻ മാത്യു ആണ് മികവിന്റെ കൂട്ടുകാരിയായത്. ഫെബിനെ അഭിനന്ദിച്ച് CT ദേവസി സ്മാരക ട്രസ്റ്റ് ചെയർമാൻ PJ രാജു അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ MG റോഡിലുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചതിൽ കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് മുൻ MLA അനിൽ അക്കര. കോർപ്പറേഷൻ പരിധിയിൽ മാത്രമല്ല ജില്ലയിലെ മുഴുവൻ റോഡുകളിലും ദുരന്തങ്ങൾ പതിയിരിക്കുന്നതായും അനിൽ. മേയർക്കെതിരെ പ്രതിഷേധം കനക്കുന്നു. ഓഫീസിൽ വാഴ വെച്ച് യുവമോർച്ച. നിർഭാഗ്യകരമായ മരണം രാഷ്ട്രീയ കച്ചവടമാക്കരുതെന്ന് മേയർ. റോഡിൽ കുഴി ഉള്ള കാര്യം കൗൺസിലർ അറിയിച്ചില്ലെന്നും MK വർഗീസ്. ബ്രാഹ്മണ സഭയുടെ മുന്നണി പോരാളിയായിരുന്ന G ശിവസ്വാമിക്ക് വിട നൽകി സഭയും ജന്മനാട് വടക്കാഞ്ചേരിയും. സംസ്കാരം ഒട്ടേറെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ വടക്കാഞ്ചേരി ബ്രാഹ്മണ സഭാ ശ്മശാനത്തിൽ നടന്നു. ഞായറാഴ്ച പൗരാവലിയുടെ സ്മരണാഞ്ജലി. കാലത്ത് 10-ന് വടക്കാഞ്ചേരി കേരളവർമ്മ പൊതുവായനശാലാ ഹാളിലാണ് പരിപാടി.